നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 20-21 ക്വസ്റ്റ്യൻസ് പറയാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസ് NCERT പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഓൾറെഡി നമ്മൾ +1 ഒക്കെ പഠിച്ചതാണ്. പൊളിറ്റിക്കൽ സയൻസ് മിക്കതും നമ്മൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ തീർത്തതാണ്. അത് പുതിയതായിട്ട് വന്നിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കില്ല. നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ NCERTയിൽ പറയുന്ന എല്ലാ പോയിന്റ്സും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ സമയമില്ലാത്തവർ ഇത് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. മലയാളത്തിൽ പറഞ്ഞു തരാം എല്ലാം തന്നെ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ശ്രദ്ധിക്കുക. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ, നമ്മൾ പറയില്ലേ നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? ജസ്റ്റിഷ്യബിൾ ആണോ, നോൺ ജസ്റ്റിഷ്യബിൾ ആണോ, ബോത്ത് ഓഫ് ദം, നൺ ഓഫ് ദി അബോവ്. അതായത് നമ്മൾ പറയും നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നീതിക്ക് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പാലിച്ചില്ല എന്ന് വെച്ചിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? നോൺ ജസ്റ്റിഷ്യബിൾ ആണ്, അല്ലേ? നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കടമകളെയാണ് നമ്മൾ നിർദ്ദേശക തത്വം എന്ന് വിളിക്കുന്നത്. അതൊരിക്കലും ജസ്റ്റിഷ്യബിൾ അല്ല. അതുകൊണ്ട് തന്നെ നോൺ ജസ്റ്റിഷ്യബിൾ എന്നാണ് ആൻസർ എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 2. By which amendment fundamental duties were included in the Constitution? ഏത് അമെൻമെന്റ് പ്രകാരം, ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ എന്ന് പറയുന്ന സെക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ചേർക്കപ്പെട്ടത്? എല്ലാവർക്കും അറിയാം. 42ാം അമെൻമെന്റ് പ്രകാരം, ഓപ്ഷൻ സി ആണ്, 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ എന്തിൽ ചേർത്തു? കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 3. ആർട്ടിക്കിൾ 18 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത്. ആർട്ടിക്കിൾ 18 എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? എല്ലാവർക്കും അറിയായിരിക്കും. ഓപ്ഷൻ ഡി, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, അല്ലെ? ടൈറ്റിൽസിനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അബോളിഷ് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 18 പറയുന്നത്. ഇപ്പൊ കേണൽ, നമ്മളെ മിലിറ്ററി പദവി ഒന്നും അല്ലാതെ അല്ലെങ്കിൽ അവാർഡ്സ് ഒന്നും അല്ലാതെ ടൈറ്റിലുകൾ പേരിന്റെ കൂട്ടത്തിൽ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 18 സംശയമില്ലല്ലോ. 4. ദ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊക്ലൈംസ് ഇന്ത്യ ടു ബി എ വെൽഫെയർ സ്റ്റേറ്റ്. അതായത് ഏത് പാർട്ടിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത് ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് മാറണം എന്ന് പറയുന്നത്? ഏത് ആർട്ടിക്കിളിലാണ്? പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ട് 4 കേട്ടോ. അപ്പൊ വെൽഫെയർ സ്റ്റേറ്റ്, ഇന്ത്യ ടു ബി എ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏത് പാർട്ടിലാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? പാർട്ട് 4. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ഡാഷ്. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ. താഴെ പറയുന്നതിനകത്ത് ഏതാണ് നമ്മുടെ ഓരോ പൗരന്മാരുടെയും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് പെടുന്നത്? എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ഡാഷ്. വുമൺ ചൈൽഡ്രൻസിനെ ഇംപ്രൂവ് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. വില്ലേജ് പഞ്ചായത്ത്, നാച്ചുറൽ എൻവയോൺമെന്റ്, നാഷണൽ ആന്തം. എന്തിനെയാണ് ഇങ്ങനെ കറക്റ്റ് വേർഡിനകത്ത് അതിനകത്ത് പറയുന്നുണ്ട്? ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ്ഡ്. എന്തിനെ? ഓപ്ഷൻ സി, നാച്ചുറൽ എൻവയോൺമെന്റ്. അത് നമ്മുടെ പുസ്തകത്തിൽ കിടത്തുള്ള ഒരു പോയിന്റ് തന്നെയാണ്, നാച്ചുറൽ എൻവയോൺമെന്റിനെ. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ടു ലിബർട്ടി ഈസ് മെൻഷൻ ഇൻ വിച്ച് ആർട്ടിക്കിൾ എന്നോർക്കുക. റൈറ്റ് ടു ലിബർട്ടി എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള, അല്ലെ? 19 മുതൽ 22 വരെയാണ് ലിബർട്ടിക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ്സിനെ പറ്റിയിട്ട് പറയുന്നത്. അടുത്ത 7. ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ ദാറ്റ് ഈസ് എൻഫോഴ്സിബിൾ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് എമർജൻസി. നമുക്കറിയാം, അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് എൻഫോഴ്സിബിൾ ആവുന്ന റൈറ്റ് ആർട്ടിക്കിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 20 ആണ്, അല്ലെ? എമർജൻസി വന്നാലും റദ്ദാക്കപ്പെടാത്തത്, അല്ലെ? റദ്ദാക്കപ്പെടാത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. 8. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. ഇതെല്ലാവർക്കും എഴുതാനായിട്ട് സാധിക്കും. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇതിനകത്ത് ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലാത്തത്? റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ്, അല്ലേ? നേരത്തെ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 6 ഫണ്ടമെന്റൽ റൈറ്റ്സേ ഉള്ളൂ. ഇതിൽ നിന്ന് മാറ്റിയത് ഇക്വാലിറ്റി, ഫ്രീഡം, എക്സ്പ്ലോയിറ്റേഷനും നമുക്കുണ്ട്. എന്നാൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പൊ നിയമ അവകാശമായി മാറി. സോ റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ്. 300A മാറ്റിയിട്ടുണ്ട്, അല്ലേ? 300A മാറ്റിയിരിക്കുന്നതുകൊണ്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ഭാരതരത്ന ആൻഡ് പത്മശ്രീ അവാർഡ് അണ്ടർ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഭാരതരത്ന പുരസ്കാരവും പത്മശ്രീ പുരസ്കാരവും കൊണ്ടുവന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 18 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞു ടൈറ്റിൽ പാടില്ല അല്ലെ, അബോളിഷൻ ഓഫ് ടൈറ്റിൽ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 18 ആണ്. അതുപോലെ തന്നെ ഭാരതരത്ന പത്മശ്രീ അവാർഡ്സ് കൊണ്ടുവന്നിരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ 18 ഓഫ് ദി, നമ്മൾ പറഞ്ഞു അവാർഡ് കിട്ടുക അല്ലെങ്കിൽ മിലിറ്ററി പദവി അതൊക്കെ എന്ന് പറഞ്ഞാൽ അബോളിഷ് ചെയ്യേണ്ടതല്ല. എന്നാൽ പത്മശ്രീ നമ്മൾ പറയും പത്മശ്രീ മോഹൻലാൽ അങ്ങനെ നമ്മൾ പറയില്ലേ, അപ്പം അത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ടൈറ്റിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. ദ ഗവൺമെന്റ് ക്യാൻ പുട്ട് റെസ്ട്രിക്ഷൻസ് ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബട്ട് ദേ ഷുഡ് ബി The government can put restriction on fundamental rights, but they should be reasonable, illegal, arbitrary, compulsory. ഏതാണ്? റീസണബിൾ. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് റെസ്ട്രിക്ഷൻ ഗവൺമെന്റ് കൊണ്ടുവരാം, പക്ഷെ അതിന് എന്ത് വേണം? ഒരു റീസൺ വേണം. നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലെ, അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് ബാക്കിയെല്ലാം കട്ടാവും. ആർട്ടിക്കിൾ 20 പ്രകാരമുള്ള ഫണ്ടമെന്റൽ റൈറ്റ് മാത്രമേ നമുക്ക് കട്ടാവാതിരിക്കത്തുള്ളൂ. അപ്പൊ കാരണമുണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, പക്ഷേ അതിനെന്ത് വേണം? കാരണം വേണം. അടുത്തത് 11. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻസ് ടു ഇറ്റ്സ് സിറ്റിസൺ 4 ഫണ്ടമെന്റൽ റൈറ്റ്സ്, 5 ഫണ്ടമെന്റൽ റൈറ്റ്സ്, 6, 7. എത്രയുണ്ട്? ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ 7 ആയിരുന്നു, ഇപ്പോൾ എത്രയാണ്? 6 എണ്ണമാണുള്ളത്. എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. ഓപ്ഷൻ സി. 12. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി പ്രൊവൈഡ് ദ ബേസിസ് ഫോർ Constitution of a country provides the basis of punishment of criminals, diplomatic relation with other countries, relationship between citizens, governance of the country. എന്താ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം? ഗവേണൻസ് ഓഫ് ദ കൺട്രി. എന്തിനു വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൺട്രിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? രാജ്യത്തിനൊരു ഗവേണൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ വഴി അല്ലേ, നല്ല അടുക്കും ചിട്ടയോടുകൂടിയുള്ള ഒരു ഭരണം, അല്ലെങ്കിൽ ജനങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ളൊരു ഭരണം, അല്ലെങ്കിൽ ഒരു ഗവേണൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഏത് വഴി? കോൺസ്റ്റിറ്റ്യൂഷൻ വഴി. ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ റീസൺ ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻ ആർ ഫോൾസ്? ആൾ ഫോൾസ് എന്നാണ് കേട്ടോ. അപ്പം വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ റീസൺ ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻസ് ആർ ഫോൾസ്? ഇലക്ഷൻ എനേബിൾ പീപ്പിൾ ടു ജഡ്ജ് എ പെർഫോമൻസ് ഓഫ് ദ ഗവൺമെന്റ്. അപ്പോൾ ഇലക്ഷനെ പറ്റിയിട്ട്, ഇലക്ഷന്റെ നടത്തിപ്പിനെ പറ്റിയിട്ട് താഴെ പറയുന്നതിനകത്ത് തെറ്റായിട്ടുള്ളതെന്നാണ് ചോദ്യം. ഇലക്ഷൻ എനേബിൾ പീപ്പിൾ ടു ജഡ്ജ് ദ പെർഫോമൻസ് ഓഫ് ദ ഗവൺമെന്റ്. People select the representative of their choice in an election. Election enable people to evaluate the performance of the judiciary. People can indicate which policies they prefer. അതായത് ഇലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതിനകത്ത് തെറ്റായ പ്രസ്താവന. ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവും. ഇലക്ഷൻസ് എനേബിൾ പീപ്പിൾ ടു ജഡ്ജ് ദ പെർഫോമൻസ് ഓഫ് ദ ഗവൺമെന്റ്. അതായത് ഇലക്ഷന് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനേബിൾ പീപ്പിൾ ടു ജഡ്ജ് ദ പെർഫോമൻസ്, ഗവൺമെന്റിന്റെ പെർഫോമൻസ് ജഡ്ജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ റെപ്രസെൻറ്റേറ്റീവ്സിന് അവരുടെ ചോയ്സ് അനുസരിച്ച് റെപ്രസെൻറ്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യാൻ ഇലക്ഷൻ സഹായിക്കുന്നുണ്ട്. ജുഡീഷ്യറിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ജനങ്ങളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ പോളിസി, പീപ്പിൾ ക്യാൻ ഇൻഡിക്കേറ്റ് വിച്ച് പോളിസി ദേ പ്രിഫർ, ഞാൻ പ്രിഫർ ചെയ്യുന്ന പോളിസി ഇതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ സഹായിക്കുന്നുണ്ട്. ഇതിനകത്ത് തെറ്റ് ഏതാണ്? ഒറ്റയടിക്ക് മനസ്സിലാവും. ഈ ജുഡീഷ്യറി ഇലക്ഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അല്ലേ. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ്. ഒരിക്കലും ജുഡീഷ്യറി, നീതിന്യായ വ്യവസ്ഥയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇലക്ഷൻ സഹായിക്കുന്നില്ല. ബാക്കിയെല്ലാം ശരിയായ പ്രസ്താവന. 14. ഇൻ ഇന്ത്യ ഹു ക്യാൻ വോട്ട് അണ്ടർ ദ കൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അനുസരിച്ച് ആർക്കൊക്കെയാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത്? മൈനേഴ്സ് ക്യാൻ ഓൾസോ വോട്ട്, ഓൺലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ക്യാൻ വോട്ട്, ഫോറിൻ നാഷണൽ ക്യാൻ ഓൾസോ വോട്ട്, adult who have the nationality of India have the right to vote irrespective of any caste, color, creed or gender. ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ആർക്കാണ് അഡൽട്ട് ഫ്രാഞ്ചൈസ് ഉപയോഗിച്ച്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ പറ്റുന്നത്? അഡൽട്ട് ഹു ഹാവ് ദ നാഷണാലിറ്റി. അഡൽട്ട്സ് മീൻസ് 18 വയസ്സിന് മുകളിലുള്ള, ഇന്ത്യൻ നാഷണാലിറ്റി ഉള്ള, അതിനകത്ത് കാസ്റ്റോ കളറോ ക്രീഡോ ജെൻഡറോ ഒന്നും നോക്കാതെ തന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15. Which of these is not a good reason to say that Indian elections are democratic? ഇന്ത്യൻ ഇലക്ഷൻ ഡെമോക്രാറ്റിക് ആണ് എന്ന് പറയുന്നതിനകത്ത് there is not a good reason. ഗുഡ് റീസൺ അല്ലാത്തത്. നമ്മുടെ ഇലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ജനാധിപത്യരഹിതമാണ് അല്ലേ, ജനാധിപത്യത്തിന് അധിഷ്ഠിതമാണ്. അപ്പം ജനാധിപത്യത്തിന് അധിഷ്ഠിതമാണ് ഇലക്ഷൻ എന്ന് പറയുന്നതിനകത്ത് നല്ലൊരു റീസൺ അല്ലാത്തത്. ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ വേൾഡ്. India Elections Commission is very powerful. In India, everyone above the age of 80 has a right to vote. In India, the losing parties accept the electoral verdict. ഇതിനകത്ത് ഏതാണ് ഒരു ഗുഡ് റീസൺ അല്ലാത്തതെന്നാണ് ചോദ്യം. ഒറ്റയടിക്ക് തന്നെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും.
ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് വോട്ടേഴ്സ്. അതായത് ലോകം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വോട്ടേഴ്സിൻ്റെ നമ്പർ ഇന്ത്യ വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് ജനാധിപത്യത്തിന് അതായത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഇലക്ഷൻ നടത്തുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല അല്ലേ, ബാക്കി എല്ലാത്തിനും ബന്ധമുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 16. ദ കൺട്രി ദാറ്റ് ഫോളോസ് FPTP ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ പ്ലൂറാലിറ്റി സിസ്റ്റം എന്ന് നമ്മൾ മറ്റൊരു പേര് വിളിക്കും കേട്ടോ. ഇതിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഇപ്പം രണ്ടുപേര് തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിനാണെങ്കിൽ പോലും ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അയാളാണ് വിന്നർ. അതാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലൂറാലിറ്റി സിസ്റ്റം. ഇത് ഫോളോ ചെയ്യുന്ന രാജ്യം താഴെ പറയുന്നതിനകത്ത് UK ആണ് കേട്ടോ. ഈ ഇസ്രായേലും നെതർലൻഡും അർജന്റീനയും ഒന്നുമല്ല, UK ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. അടുത്ത 17. ദ അതോറിറ്റി ദാറ്റ് ഇഷ്യൂ ദ നോട്ടിഫിക്കേഷൻ ഫോർ ഇലക്ഷൻസ്. എല്ലാവർക്കും അറിയാമായിരിക്കും ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ ബി പ്രസിഡന്റ് ആണ്. അടുത്ത 18. ആഫ്റ്റർ ദ പോളിംഗ് ഹാസ് ഫിനിഷ് ദ വോട്ട് ആർ കൗണ്ടഡ് അണ്ടർ ദ സൂപ്പർവിഷനോ. അത് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ആരുടെ സൂപ്പർവിഷനിലാണ് വോട്ട് എണ്ണുന്നത്? ഓപ്ഷൻ സി റിട്ടേണിംഗ് ഓഫീസേഴ്സ് ഓർ ആൻഡ് ഒബ്സർവേഴ്സിന്റെ ഒരു സൂപ്പർവിഷനോട് കൂടിയിട്ടാണ് വോട്ട് എണ്ണുന്നത്. 19. ദ മിനിമം ഏജ് ഓഫ് വോട്ടിംഗ് വാസ് 21 ഇയേഴ്സ് സ്റ്റിൽ. ഇപ്പൊ 18 വയസ്സാണ്, ഇപ്പൊ 18ആയി. 21 വയസ്സ് ആയത് ഏത് വർഷം വരെ ആയിരുന്നു? 1989 വരെ 21 വയസ്സായിരുന്നു, അതിനുശേഷം 18 ആക്കി. 20. ടെറിട്ടോറിയൽ റെപ്രസെൻറ്റേഷൻസ് മീൻസ്. എന്താണ് ഈ ടെറിട്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജിയോഗ്രഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലേ. ടെറിട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആഭ്യന്തര അതിർത്തി എന്ന് നമ്മൾ പറയില്ലേ. അതായത് ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ ജോഗ്രഫിയുടെ അകത്ത്. ഇന്ത്യയുടെ ജോഗ്രഫി മീൻസ് അതിർത്തിക്കകത്ത്. അതാണ് ഉദ്ദേശിക്കുന്നത് ജിയോഗ്രഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അടുത്ത 21. ദ ഇലക്ട്രൽ സിസ്റ്റം ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞു FPTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേര് ഇപ്പം തന്നെ പറഞ്ഞതേ ഉള്ളൂ. എന്താ? പ്ലൂറാലിറ്റി സിസ്റ്റം. എന്ത് വിളിക്കും? FPTP ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സിസ്റ്റത്തിന് മറ്റൊരു പേര് പ്ലൂറാലിറ്റി സിസ്റ്റം. അപ്പോൾ 21 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഈ 21 ക്വസ്റ്റ്യനും 2 ചാപ്റ്റേഴ്സിൽ നിന്നും, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ ആ 1ാമത്തെ സെക്ഷനും അതുപോലെ ഇലക്ഷൻ എന്ന് പറയുന്ന 2 പാഠത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് റെപ്രസെൻറ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ സംശയം തോന്നുവാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.